അപ്പോൾ ചെറിയ രീതിയിൽ മമ്മൂക്കയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാൻ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാണ് മമ്മൂക്ക ഇവിടുന്ന് വാങ്ങിക്കാറുള്ളത്? പോക്ചോ എന്ന് പറഞ്ഞിട്ടൊരു മൈക്രോഗ്രീൻ ഉണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് പോക്ചോ. നിവിൻ പോളിയൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട്. നിവിൻ പോളിയുടെ ഷെഫുണ്ട്, പുള്ളി വരും, പുള്ളി വന്നിട്ട് വാങ്ങിക്കാറുണ്ട്. അതേപോലെ തന്നെ മമ്മൂട്ടി വാങ്ങിക്കാറുണ്ട്. മമ്മൂട്ടി പണ്ട് തൊട്ടേ വാങ്ങിക്കുന്നതാണ്. ഇപ്പം സാധാരണ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം വെയിൽ വേണം നമുക്ക്. എല്ലാവരും പറയുന്നതാണ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ പ്ലാന്റ് വളരും. സൺലൈറ്റ് ഇല്ലാണ്ട് ഞാൻ വളർത്തി കാണിച്ചു തരാം. ഒരേ സമയം തന്നെ മേ ബി അറൗണ്ട് 10,000 15,000 പ്ലാന്റ്സ് ആണ് ഒരേ സമയം വളരുന്നത് ഒരു ട്രെയിൽ. അപ്പം ഇത്രയും പ്ലാന്റ്സിന് വെള്ളം വലിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രെയിലുള്ള ഹോൾസ് 200 എണ്ണേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ഒരു ഐക്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ എല്ലാം റൂട്ട് താഴോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് റൂട്ടിൻ്റെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സെലക്റ്റഡ് പ്ലാന്റ്സിൻ്റെ മാത്രം റൂട്ട് വെളിയിൽ വരും. അതുമാണ് അബ്സോർബ് ചെയ്ത് ബാക്കി എല്ലാ പ്ലാന്റ്സിനും കൂടി എനിക്കൊന്ന് ഗാർണിഷ് പരിപാടികൾക്കാണ് മെയിനായിട്ടും എനിക്ക് എൻ്റെ അറിവിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ പുട്ടിനകത്തിട്ട് കഴിച്ചിട്ടുണ്ട്. പുട്ട് നമ്മുടെ ദിലീപിന്റെ പുട്ടുണ്ടല്ലോ അവിടെ, ദേ പുട്ടിന്റെ ഷെഫിൽ ഞാൻ കണ്ടപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചതാണ്, ഇത് ഞാനിത് എന്ത് ചെയ്യാൻ, എവിടെ ഞാനിത് യൂസ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞാണ്, പുട്ടിനകത്ത് നിങ്ങൾ തേങ്ങാപ്പരി ഇടുന്നതിന് പകരം മൈക്രോഗ്രീൻസ് ചോപ്പ് ചെയ്തിട്ട് ആവി കയറ്റിക്കുക, നല്ലതാണ്. പുള്ളി എൻ്റെ മുമ്പിൽ വെച്ചുണ്ടാക്കിയത്. ആ ആർട്ടിക്കിൾ ഇപ്പോഴും എനിക്ക് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മൈക്രോഗ്രീൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരാൾക്ക് മൈക്രോഗ്രീൻ കഴിക്കണമെങ്കിൽ 20 രൂപയാവുള്ളൂ. വെറും 20 രൂപ. നമ്മുടെ കോർപ്പറേഷൻ്റെ പാർക്കിങ്ങിന് 40 രൂപ 30 രൂപയാണ് ചാർജ് ചെയ്യണത് ഒരു മണിക്കൂറത്തേക്ക്. അതേസമയം അതെ, അത്രയും പോലും ഇല്ല, വെറും 20 രൂപയ്ക്ക് ഒരാൾക്ക് മൈക്രോഗ്രീൻ കഴിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. നമുക്കൊക്കെ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ ഈ ബിസി ലൈഫിൽ പോലും പെട്ടെന്ന്, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ എങ്ങനെ കിട്ടുമെന്ന്. ആ ഒരു സമയത്താണ് മൈക്രോഗ്രീൻസ് എന്നൊരു കോൺസെപ്റ്റ് മലയാളികളിലേക്ക് എത്തി ഇത്രയധികം പോപ്പുലർ ആക്കി മാറ്റിയ അജയ് സാറാണ് എന്നോടൊപ്പം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും തന്നെ ഫുഡിൽ ഭയങ്കര എന്താ പറയുക കൺസേൺസ് ഉണ്ട്, ഇങ്ങനെ ഫുഡ് കഴിക്കണം അങ്ങനെ എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇന്നത്തെ ബിസി ലൈഫിൽ ഫുഡിനെ പറ്റി യാതൊരു ശ്രദ്ധയില്ലാത്ത രീതിയിലൊക്കെ കഴിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു മൈക്രോഗ്രീൻസ് എന്നൊരു ടേം നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്നത്. ആക്ച്വലി മൈക്രോഗ്രീൻസ് എന്നൊരു കോൺസെപ്റ്റ് എങ്ങനെയാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇതിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് മലയാളികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്? എല്ലാവരും നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ നന്നാവാം എന്നെല്ലാം എല്ലാവരും ചിന്തിക്കുക. ഞാനും സെൽഫിഷാണ് ആ ഒരു കാര്യത്തിൽ. എനിക്ക് നല്ല ഫുഡ് കഴിക്കണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാനൊരു ഹോട്ടലിൽ ചെന്ന്, ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ബാംഗ്ലൂർ ചെന്നൊരു ഹോട്ടലിൽ നിന്ന് കിട്ടിയ ഒരു മൈക്രോഗ്രീൻ്റെ 2 ലീഫിൽ നിന്നാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ വരുന്നത്. അപ്പം ഞാൻ കഴിച്ചു, ഞാൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലെത്തി കഴിഞ്ഞു. ഇവിടെ ഞാൻ ആദ്യം സെർച്ച് ചെയ്തത് മൈക്രോഗ്രീൻസ് ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളതാണ്. അപ്പോൾ മൈക്രോഗ്രീൻസ് ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് എന്തുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ചിന്ത വന്നപ്പോഴത്തേക്കാണ് പല യൂട്യൂബ് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇപ്പം എന്താ പറയുക, ടിഷ്യൂ പേപ്പറിൽ കുറേ പേരുണ്ടാക്കുന്നു, അതേപോലെ ന്യൂസ് പേപ്പേഴ്സിലും ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അത് ഡെഫിനറ്റ്ലി ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന കാർബണുണ്ട്, ടിഷ്യൂ പേപ്പറിൽ ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം വലിച്ചെടുത്ത് പിന്നെയും നമുക്കൊരു നെഗറ്റീവ് ഫുഡായിരിക്കും കിട്ടുക. ഇപ്പോൾ കംപ്ലീറ്റ് ക്യാൻസറിൻ്റെ ഒരു ലോകം കൂടെയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്തിനാരും മനഃപൂർവ്വം അങ്ങനെ വലിച്ചുണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ ചകിരിച്ചോറിലാണ് ചെയ്യണത്. ഫുഡ് ഗ്രേഡ് മെറ്റീരിയലിലുള്ള ട്രേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതൊരു എന്താ പറയുക, ഒരു പുതിയ ഒരു കൺസെപ്റ്റ് തന്നെയായി. പുതിയൊരു മൈക്രോഗ്രീൻ തന്നെ ഞാൻ ഉണ്ടാക്കി, ഞാനത് കഴിച്ചു, ഞാൻ കുറച്ച് എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തു. അപ്പോൾ അവർ വാങ്ങിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്താണ് ഞാനൊരു കൊമേഴ്ഷ്യലി എത്തിയത്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും സീഡിൽ നിന്ന്, അതായത് ഇപ്പം സ്പ്രൗട്ട് ഉണ്ട്, സ്പ്രൗട്ടിൽ നിന്ന് മാറിയാണ് മൈക്രോഗ്രീൻസ് ഇരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് മൈക്രോഗ്രീൻസ് ശരിക്കും ചോദിക്കുകയാണ്? ഞാനത് മാർക്കറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് എൻ്റെ നല്ല വ്യത്യാസം മനസ്സിലായത്. നമുക്കറിയാവുന്ന ആളുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവണം. അപ്പം ഞാൻ ആദ്യം ചെയ്ത് ഇതിൻ്റെ സ്പ്രൗട്ട് ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ മറ്റേ കയ്യിൽ ഞാൻ മൈക്രോഗ്രീൻസും ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് ഇത്. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. സ്പ്രൗട്ടിൽ നിന്ന് മൈക്രോഗ്രീൻസ് വരുന്നത്. അപ്പം മാത്രമല്ല സ്പ്രൗട്ട്സ് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം. മാത്രമല്ല ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് വെച്ച് മാത്രമേ നമുക്ക് സ്പ്രൗട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരിക്കലും റാഡിഷന് കൊണ്ട് സ്പ്രൗട്ട് ഉണ്ടാക്കുക അങ്ങനെയൊന്നും ആരും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കാണ് ഇതിനകത്ത് എല്ലാ സീഡ്സും നമുക്ക് ഇതിനകത്ത് മൈക്രോഗ്രീൻസ് ആക്കാം. ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾ സീഡ്സും. എനിക്ക് പയറിന്റെ ഒക്കെ ഇപ്പം സ്പ്രൗട്ട് കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു
4 days കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. പയർ തന്നെയാണ് ഞാനും തുടങ്ങിയത്. ആ. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് പയറെന്ന് പറയുന്നത് ഒരിക്കലും ഒരു മൈക്രോ ഗ്രീൻ ആവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഗ്രീൻ സീഡ് ഇട്ട് തന്നെ മുളപ്പിക്കണം. നമ്മൾ പയറെന്ന് പറയുന്നത് ഒരിക്കലും ഒരു സീഡല്ല, നമുക്ക് കഴിക്കാനുള്ള ഒരു ഫുഡാണ്. അപ്പം ഫുഡ് ഒരിക്കലും നമുക്കത് ഒരു സീഡാക്കാൻ പാടില്ല, അതുപോലെ സീഡ് ഫുഡാക്കാനും പാടില്ല. അപ്പോൾ ഇതൊന്നും ഈ മലയാളികൾക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ UK ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വഴി എനിക്ക് അവിടുത്തെ ഒരു ട്രെയിനറെ കിട്ടി. പുള്ളിയാണ് എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത്. ജസ്റ്റ് 2-3 ഫോൺ കോൾസ് അത്രേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇപ്പോൾ ഏതൊക്കെ വെറൈറ്റി ഓഫ് മൈക്രോഗ്രീൻസ് ആണ് ഇവിടെ ഉള്ളത്? നമുക്ക് റാഡിഷിൻ്റെ ആണ് കൂടുതലുള്ളത്. റാഡിഷൻ 5 വെറൈറ്റി റാഡിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ അധികം റാഡിഷ് നമ്മൾ യൂസ് ചെയ്യാറില്ല, പക്ഷേ റാഡിഷ് നല്ല ഗുണമുള്ളൊരു സംഭവമാണ്, പ്രത്യേകിച്ച് ലേഡീസിന്. അടുത്തെന്ന് പറയുന്ന മസ്റ്റേർഡ് ഉണ്ട്. മസ്റ്റേർഡ് നമ്മൾ ആകെ കടുക് പൊട്ടിക്കാൻ മാത്രമാണ് അടുക്കളയിൽ യൂസ് ചെയ്യുന്നത്. ഇത്രയും നല്ല ഗുണമുള്ളൊരു സംഭവം വേറെ ഇല്ല. എന്നുവെച്ചാൽ വൈറ്റമിൻ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ളതാണ് മസ്റ്റേർഡിനകത്ത്. യെല്ലോ മസ്റ്റേർഡ് ഉണ്ട്, അത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ സൺഫ്ലവർ, അതുപോലെ പോക്ചോയ് എന്ന് പറഞ്ഞിട്ട് ചൈനീസ് ക്യാബേജ് വെറൈറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ട്, നമ്മുടെ ചീര, അമരന്തസ് വെറൈറ്റീസ് ഉണ്ട്. കോൺ ഉണ്ട്, പോപ്കോൺ ഉണ്ടല്ലോ, പോപ്കോൺ വെറൈറ്റീസ്, ബ്രൊക്കോളി, നമ്മുടെ ഇതുണ്ടല്ലോ ക്യാബേജ്, കോളിഫ്ലവർ, ഒരുവിധം എല്ലാത്തിൻ്റെയും. ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ആ സീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ടൊമാറ്റോ വെറൈറ്റീസ് നമുക്ക് ഒരിക്കലും മൈക്രോഗ്രീൻസ് ആക്കാൻ പാടില്ല. ചില്ലി പ്ലാന്റ്സ് ചെയ്യാൻ പാടില്ല, പൊട്ടറ്റോ പ്ലാന്റ്സ് പാടില്ല, ബ്രിഞ്ചോൾ പറ്റില്ല. ചില ബാക്ടീരിയയിൽ എക്കോളി ഔട്ട്ബ്രേക്ക് കൂടുതലാണ്, ഭയങ്കരമായിട്ട് എക്കോളി ഉണ്ടാവും. അപ്പോൾ അത് ഹ്യൂമൻസിന് നല്ലതല്ല. അപ്പോൾ അത് അതിൻ്റെ സീഡിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വരവാണ് ശരിക്കും പറഞ്ഞാൽ. അത് വളർന്നു വരുമ്പോൾ അധികം കീടങ്ങളൊന്നും അറ്റാക്ക് ചെയ്യാണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ്. പക്ഷേ അതിനകത്തുള്ള കെമിക്കൽസ് മനുഷ്യന് പറ്റില്ല. പണ്ട് തൊട്ട് ഇപ്പം സാറിനാണെങ്കിലും ഇതിനെപ്പറ്റി, അതായത് ഫാമിങ് അല്ലെങ്കിൽ ഈ കൃഷി അങ്ങനെ ഒരു കോൺസെപ്റ്റിനോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിലൊരു അങ്ങനെയില്ലായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ഞാനൊരു ചെടി പോലും നട്ടാണ്ട് എനിക്ക് ഓർമ്മയില്ല ചെറുതിലെ. പക്ഷെ ഞാൻ കൊറോണ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ കൊറോണ സമയത്താണ് ഞാനിത് കൊറോണയ്ക്ക് മുമ്പ് 17-18 ആ ഒരു പീരീഡിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ജസ്റ്റ് ഞാൻ വിചാരിച്ചു, ഓക്കെ, കുറച്ച് ചെടികളൊക്കെ നടാം, കുറച്ച് എന്താ പറയുക, മുളകും വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ടെറസിൻ്റെ മേളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ ഉള്ളൂ എനിക്ക് ഫാമിംഗ് ഗ്രഹമുണ്ട്. എൻ്റെ അച്ഛനാണെങ്കിൽ നേവിയിലായിരുന്നു, അമ്മ ഹൗസ് വൈഫാണ്. അപ്പം വീട്ടിലെ സ്ഥലമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളിതിലൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ടായിരുന്ന ബാങ്ക് ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത്, അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു യാതൊരു ബന്ധമില്ലാത്തൊരു ഫീൽഡ്, അതിലേക്ക് ആദ്യം കയറുന്നു. അപ്പം ഒരു ജോലി ഉണ്ടായിരുന്നു, അത് റിസൈൻ ചെയ്യാൻ. അപ്പം രണ്ടും നന്നായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുമല്ലോ. അപ്പം എങ്ങനെയാണ് രണ്ടും കൂടെ പെട്ടെന്നൊരു തീരുമാനം? ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ബാങ്ക് ജോലി വിടില്ല. ചിന്തിക്കാണ്ടാണ് നമ്മൾ രക്ഷപ്പെടാൻ പറ്റും, എടുത്ത് ചാടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും സക്സസ് ആവണം എന്നില്ല. ലക്കിലി എനിക്ക് എന്തോ സക്സസ് ആയി. എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എല്ലാവരും കംഫർട്ട് സോണിലാണ്. ആ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു ചിന്ത വരുള്ളൂ. അതങ്ങനെ എടുത്ത് ചാടി ചെയ്തതാണ്, അല്ല ഡിസിഷൻ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായത്. അപ്പോൾ ഫാമിലിയൊക്കെ പെട്ടെന്ന് എന്താ പറഞ്ഞത് ഈ ഒരു തീരുമാനം എടുത്തപ്പോൾ? കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്താൽ വേറെ വിഷയമൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒറ്റ മുറിയിലാണ് ഈ ഒരു എന്താ പറയുക മാജിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അതൊക്കെ തീർത്തിരിക്കുന്നത്. അപ്പം ഈ ഒറ്റ മുറിയിൽ നിന്നും ഇപ്പോൾ ബിസിനസ്സിലേക്ക് എത്തി, അല്ലെങ്കിൽ അതിനെ ഒന്ന് വേഴ്സ്റ്റായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വലിയ രീതിയിലേക്ക് വിപുലമായിട്ട് ചെയ്യാനുള്ളൊരു ഐഡിയ, അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു മൈക്രോഗ്രീൻസ് കോൺസെപ്റ്റ് ആണെങ്കിലും പബ്ലിക്കിലേക്ക് വരുമ്പം അത് നമുക്കും യൂസ്ഫുൾ ആണ്, ബിസിനസ് സ്ട്രാറ്റജിക്ക് പുറമേ തന്നെ ഒരു യൂസ്ഫുൾ കാര്യമാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പം ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കൊണ്ട് ഒരു പരിധിയുണ്ട്. ഒരു 10 കിലോ 15 കിലോ ഒക്കെ വരെയൊക്കെ നമുക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട്. കൂടുതലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എന്നാലും എനിക്ക് തോന്നുന്നില്ല, ഇത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെച്ചാൽ നമ്മൾ കാണുന്ന പോലെ അത്ര നിസ്സാരമല്ല ഇത് വളർത്തുന്ന ഒരു ജോലി, അത്യാവശ്യം നല്ല പണിയാണ്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ 64 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. ഈ 64 സ്ക്വയർ ഫീറ്റിനകത്ത് നിന്ന് എനിക്ക് 5 to 8 kgs ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ അട്രാക്ഷൻ അവിടെ തന്നെയാണ്. ഏതൊരു വീട്ടിലും ചെറിയൊരു റൂമും ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സ്ക്വയർ ഫീറ്റിനകത്ത് ഇത്രയും മാക്സിമം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അവിടെ വരും. ഞാനിപ്പോൾ ഇതേ യൂണിറ്റ് ഒരു 1000 സ്ക്വയർ ഫീറ്റ് എനിക്ക് റെൻറ്റിനെടുത്ത് വേണമെങ്കിൽ വെക്കാം. പക്ഷേ ആളുകൾ കാണുമ്പോൾ എന്താ ഇത്രയും സ്പേസ് വേണം എന്നുള്ള അവരുടെ നാച്ചുറലി ചിന്ത വരും. മാത്രമല്ല എക്സ്പെൻസും അത്രയും കൂടുക. അപ്പോൾ ഇത് ചെറിയൊരു സ്പേസിൽ, നമ്മുടെ വീടിൻ്റെ സ്പേസിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഒരു വീട്ടിൽ ഒരു വീട്ടമ്മയ്ക്ക് വേണമെങ്കിൽ 50,000 രൂപ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആലോചിച്ചപ്പോഴാണെങ്കിൽ ഇപ്പോൾ അടുക്കള പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് തന്നെ എല്ലാ വീടുകളിലും
വന്നാൽ കൊള്ളാവുന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ മൈക്രോഗ്രീൻസ്. തീർച്ചയായിട്ടും. അപ്പം എത്ര ദിവസം ഇപ്പം നമ്മൾ സീഡ് മൈക്രോഗ്രീൻസിന് സ്പെഷ്യൽ സീഡ് ഉണ്ട്, ഇത് വന്ന് ഹാർവെസ്റ്റ് വരെയുള്ള ഒരു എത്ര ടൈം ഗ്യാപ്പ് ആണ് ഇതിന്? ടോട്ടൽ 7 ഡേയ്സ് ആണ് നമുക്ക് മൈക്രോഗ്രീൻസ് ആവാൻ. 7 to 14 ഡേയ്സ് വരെയാണ്. ഏറ്റവും മിനിമം 7 ഡേയ്സ് വേണം. ഓൾമോസ്റ്റ് ഒരു 90% മൈക്രോഗ്രീൻസും 7 ഡേയ്സിനുള്ളിൽ മൈക്രോഗ്രീൻ സ്റ്റേജ് എത്തും. അതിനുശേഷം വരുമ്പോൾ ബീട്രൂട്ട് ചിലപ്പോൾ 2 ദിവസം കൂടെ എടുക്കും, അമരന്തസ് ഒരു 4 ദിവസം കൂടെ എടുക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അതുകൊണ്ടാണ് നമ്മൾ 7 to 14 ഡേ ക്രോപ്പ് എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ സീഡ്സും ഒരു 4-5 ഡേയ്സിനുള്ളിൽ ജെർമിനേഷൻ ആവും. അടുത്തൊരു 4 ഡേയ്സിനുള്ളിൽ നമുക്കത് നല്ല മൈക്രോഗ്രീൻ പ്ലാന്റ് ആവും. ഇന്നത്തെ ആണെങ്കിൽ ഇപ്പം ന്യൂസ് പേപ്പറിൽ കണ്ടൊരു വാർത്തയാണ്, ഇപ്പം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ മൊത്തം കംപ്ലീറ്റ് പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികളാണ് എന്നുള്ളൊരു വാർത്ത. അപ്പം എനിക്ക് തോന്നുന്നു ഈ മൈക്രോഗ്രീൻസിന് ആക്ച്വലി അതിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ഓൺസ് നമ്മൾ കൊടുക്കാറുണ്ട് എങ്ങനെയെങ്കിലും? ഇതൊരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീഡിൻ്റെ ക്വാളിറ്റി എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് മൈക്രോഗ്രീൻ പ്ലാന്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഒരിക്കലും അതിൽ എക്സ്ട്രാ എത്ര ന്യൂട്രിയൻസ് ആഡ് ചെയ്താലും അതിനൊരു പരുവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുഞ്ഞു ചെടിയാണ്. മാക്സിമം 7 ദിവസം പ്രായമുള്ള ഒരു കൊച്ചു കുട്ടിയിൽ നിന്ന് നമുക്ക് എന്താ പറയുക വലുതായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മൾ ന്യൂട്രിയൻറ്റ് സപ്ലൈ ചെയ്യാണ്ട് തന്നെ നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് ആ ഒരു സീഡിൽ നിന്ന് തന്നെ എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആഡ് ഓൺസോ അതിൽ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സോ ഒരു സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യില്ല. ആ സീഡിൻ്റെ ആക്ച്വൽ ക്വാളിറ്റി കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് മൈക്രോഗ്രീൻ സീഡ് തന്നെ യൂസ് ചെയ്ത് വേണം നമ്മളൊരു മൈക്രോഗ്രീൻ പ്ലാന്റ് വളർത്തേണ്ടതെന്നുള്ളതാണ്. വീട്ടിലിരിക്കുന്ന ചെറുപയറിന് അത് കിട്ടില്ല. എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ വീട്ടിലിരിക്കുന്ന ചെറുപയറിന് ഒരു എക്സ്പയറി ഡേറ്റ്? വീട്ടിലുപയോഗിക്കുന്ന എന്തെങ്കിലും സാധനത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് കണ്ടിട്ടുണ്ടോ? അരി, ഗോതമ്പ്, മല്ലി, മുളക് എന്തിനെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞാൽ അതെല്ലാം ഒരു ഫുഡ് കാറ്റഗറിയാണ്, ഒരിക്കലും ഒരു സീഡ് കാറ്റഗറി അല്ല. സീഡ് എന്ന് പറഞ്ഞാൽ സീഡ് തന്നെയാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഇപ്പോൾ കൃഷിഭവനിൽ നിന്ന് നമുക്കൊരു വിത്ത് വാങ്ങിക്കാന്നിരിക്കട്ടെ, ഉദാഹരണം നമുക്കിപ്പോൾ കിട്ടുന്ന റാഡിഷിൻ്റെ വിത്താണ് അല്ലെങ്കിൽ ഒരു മല്ലി വിത്ത് തന്നെയാണ്. നമുക്ക് ആക്ച്വലി വീട്ടിൽ കിട്ടുന്ന മല്ലിയുടെ കളറാണോ അതിന്? അല്ല, അതിൻ്റെ കളർ ഒന്നുകിൽ നീല അല്ലെങ്കിൽ ചുവപ്പ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവർ പോയിസൺ ആഡ് ചെയ്തിട്ടാണ് തരിക. പോയിസൺ എന്ന് പറഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരിക. ആ സീഡ് എന്ന് പറയുന്നത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന സീഡ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എങ്ങനെയാണോ ഒരു ഫാമിൽ നിന്ന് നമുക്ക് കിട്ടുക ആ സീഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഫുഡിൽ വരുന്ന ഈ ഒരു കെമിക്കൽസ് അല്ലെങ്കിൽ ഈ പെസ്റ്റിസൈഡ്സ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പച്ചക്കറിയിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡേ ടു ഡേ ലൈഫിൽ ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുന്നത്. ഇപ്പോൾ ക്യാൻസർ ഒക്കെ ആണെങ്കിലും എന്താ പറയുന്നത് കണ്ടിന്യൂസ്ലി ഒരുപാട് ആളുകളിലേക്ക് അത് സ്പ്രെഡ് ആവുന്നത്. അപ്പം ഈ ഒരു കാലത്ത് മൈക്രോഗ്രീൻസിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? ഇന്നത്തെ പേപ്പറിൽ വന്നൊരു ആരും ന്യൂസിലോട്ട് തിരിച്ചു വരാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റഡീസിൽ 50 ലക്ഷം പേരിൽ 1,10,000 പേർക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1 to 2% വരെ ആളുകൾക്ക് ചാൻസ് ഉണ്ട് ക്യാൻസർ വരാൻ വേണ്ടിയിട്ട്. കേരളത്തിലാകെ 3.5 കോടി ജനങ്ങളിൽ ചിന്തിച്ച് നോക്കിയാൽ മതി എത്ര പേർക്ക് ക്യാൻസർ ഉണ്ടാവും ഓൾറെഡി. ഇതെല്ലാം ഈ പഴവും പച്ചക്കറി മാത്രമാണ്. ഇന്നത്തെ പേപ്പറിൽ റിലീസ് ചെയ്യാത്തൊരു കാര്യമെന്ന് പറയുന്നത് ലീഫി വെജിറ്റബിൾസ് ആണ്. ലൈക്ക് മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കറിവേപ്പില, ഇതെന്നൊക്കെ പറയുന്നതിനകത്താണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്. അതൊന്നും ഇന്നത്തെ പേപ്പറിൽ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് വന്നതിനകത്ത് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് വളരെ ഒരു ഞെട്ടിക്കുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്ത തന്നെയാണ് അത് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇതേ ആൾക്കാർ തന്നെ എന്തുകൊണ്ട് അതിനകത്ത് ഇത്ര ന്യൂട്രീഷൻ ഉണ്ടെന്ന് പറയുന്നില്ല? അതെന്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ പാടില്ല? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു ക്വസ്റ്റ്യൻ അവിടെയാണ്. ഒരു കാര്യം നമ്മൾ നെഗറ്റീവ് ഉണ്ട്, തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഉണ്ട്. പക്ഷേ ഒരു പോസിറ്റീവ് ഫാക്ടറിലോട്ട് അത് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു തക്കാളിയിൽ അല്ലെങ്കിൽ ഒരു വെണ്ടയ്ക്കയിൽ ഇത്ര വിഷമുണ്ട് എന്നാൽ എത്ര ന്യൂട്രിയൻസ് ഉണ്ടെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ആളുകൾക്ക് അത് കണ്ട് കൂടുതലും ആ പച്ചക്കറികൾ കൂടുതൽ യൂസ് ചെയ്തുകൂടെ? എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ എന്താ പറയുക, ഇതിൻ്റെ ഈ ഹൈബ്രിഡ് സീഡ്സ് ആണ് നമ്മൾ ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് സീഡ്സിന് അത്ര വലിയ ഗുണമൊന്നും ഇല്ലാത്തൊരു സീഡാണ് ശരിക്കും പറഞ്ഞാൽ ഹൈബ്രിഡ്. 2 ഇനങ്ങളുടെ ഒരു സങ്കര ഇനം പോലെയാണ് ഹൈബ്രിഡ് വരിക. അപ്പം അത്രയും വലിയൊരു ക്വാളിറ്റി നമുക്ക് മൂന്നാമതുണ്ടാക്കുന്നൊരു ഇതിനകത്ത് വരില്ല. അപ്പം അതുകൊണ്ടുള്ള പ്രോബ്ലംസ് ഇഷ്ടം പോലെയുണ്ട്. അതാണ് എൻ്റെ വിഷയം. മൈക്രോഗ്രീൻസ് ഇപ്പം കൂടുതലായിട്ടും ആൾക്കാരിലേക്ക് എത്തി അവർ ഉപയോഗിച്ച് തുടങ്ങുവാണെങ്കിൽ ഒരു ദിവസം എത്ര ക്വാണ്ടിറ്റി കഴിക്കണം, അല്ലെങ്കിൽ ഇത് മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും? ഇപ്പം മൈക്രോഗ്രീൻസ് തന്നെ കഴിക്കാം, അപ്പം അങ്ങനെ മാത്രമൊക്കെ സർവൈവ് ചെയ്യാം. അപ്പം ഇപ്പോൾ ആ പേപ്പറിൽ വന്ന വിഷയമായിട്ട് മൈക്രോഗ്രീൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ന്യൂട്രീഷൻ ഫാക്ടറാണ് നമുക്ക് മൈക്രോഗ്രീൻസിന് എപ്പോഴും സപ്ലൈ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു ആഡ് ഓൺസ്, ഒരു ഫുഡ് സപ്ലിമെൻറ്റ് നമുക്ക് പറയാം. ആ ഫുഡ് സപ്ലിമെൻ്റാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക. ഒരിക്കലും അത് ഒരു ഫുഡാക്കി നമുക്ക് എടുക്കാൻ പറ്റില്ല.
ഇല്ല. ഇല്ല, ഒരിക്കലും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഫുഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് അത് മാത്രം കഴിച്ച് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എത്ര കഴിക്കാൻ പറ്റും നമുക്ക് ഒരു ദിവസം? നോർമലി ഒരു അഡൾട്ടിനാണെങ്കിൽ മേ ബി ഒരു 15 ഒരു 50-60 വരെയുള്ള ഏജിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാക്സിമം 20 grams 25 grams വരെ നമുക്ക് കഴിക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് 10 grams മതി. ഇപ്പോൾ പ്രായമായ ആൾക്കാർ അധികം ആക്ടിവിറ്റീസ് അവർക്ക് ഇല്ലെങ്കിൽ 10 grams മതിയാവും. മതിയോ? അപ്പം ഇത് ഇപ്പം നമ്മുടെ ഇവിടുന്ന് തന്നെ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കിയപ്പോൾ ഏത് രീതിയിലൊക്കെയാണ് ഇത് പുറത്തേക്ക് ഇപ്പോൾ കൊടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ്? ഇപ്പം നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർവസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ബോക്സിനകത്താക്കി പാക്ക് ചെയ്ത് ഓരോ വീടുകളിലും അല്ലെങ്കിൽ ഹോട്ടൽസിലോ എവിടെയൊക്കെയാണ് നമുക്ക് എത്തിക്കുന്നത് അവിടെ എല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. മൈക്രോഗ്രീൻസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ നമുക്ക് ചോദിക്കും, ഓക്കെ ഞങ്ങൾ കട്ട് ചെയ്തോളാം, നമുക്ക് ലൈവായിട്ടുള്ള പ്ലാന്റ് തന്നെ ട്രെയിലാക്കി തരാൻ പറഞ്ഞ് നമ്മൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് കട്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെർട്ടൈസ് പോലെയാണ് അവർ അതിനകത്ത് നോക്കുക. അവർക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്ത് അപ്പൊ ഇത് കേട്ടറിഞ്ഞ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നാണ് ഇപ്പോ വാങ്ങിക്കുന്നത്. അപ്പൊ ഇതിനൊരു ഔട്ട്ലെറ്റ് അല്ല, മൈക്രോഗ്രീൻസിന് മാത്രം ഒരു ഔട്ട്ലെറ്റോ അങ്ങനെ കാര്യങ്ങൾ ഉണ്ടോ? അതൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റും. മൈക്രോഗ്രീൻ വെച്ചിട്ട് എന്ത് ഫുഡാണ് ഉണ്ടാക്കുന്നതെന്ന് പോലും ആളുകൾക്ക് ഇപ്പോൾ അറിയില്ല. ഞാൻ അതിനകത്ത് നമ്മുടെ നോർമൽ ഇപ്പോൾ എല്ലാവർക്കും പറയുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മൈക്രോഗ്രീൻ എവിടെ യൂസ് ചെയ്യുക, സലാഡിൻ്റെ കൂടെ യൂസ് ചെയ്യാം എന്നാണ് പൊതുവെ എല്ലാവരും പറയുക. പക്ഷേ സലാഡിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് എല്ലാവരും എല്ലാ ദിവസവും സലാഡ് കഴിക്കുമോ? മേ ബി ഒരു ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചെറിയ ഉള്ളിയും ക്യാരറ്റുമാണ് നമ്മളുടെ സലാഡ്. അല്ലാണ്ടുള്ള ഗ്രീൻ സലാഡ്സ് നമ്മൾ കഴിക്കാറേ ഇല്ല. ആക്ച്വൽ സലാഡ് എന്ന് പറയുന്നത് ഗ്രീൻ സലാഡ്സ് ആണ് ശരിക്കും. ആ ഗ്രീൻ സലാഡിൻ്റെ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോഗ്രീൻസ് ഇടേണ്ടത്. അത് നമ്മൾ കഴിക്കാറേ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ സലാഡിൻ്റെ കൂടെ കഴിക്കാം? അപ്പോൾ ഇത് ഡെയിലി ഫുഡിൻ്റെ കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ആളുകൾക്ക് എന്നും കഴിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 10-15 grams എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മലയാളികൾക്ക് പച്ച ടേസ്റ്റ് ഇഷ്ടമല്ല. അങ്ങനെ വലിയ പ്രോബ്ലം ഉണ്ട്. അപ്പം നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തി കഴിച്ചുകൂടെ, എന്തുകൊണ്ട് ചിന്തിച്ചൂടാ മൈക്രോഗ്രീൻ ചമ്മന്തി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് മൈക്രോഗ്രീൻസ് അല്ലെങ്കിൽ ലഞ്ചിന്റെ കൂടെയോ ഡിന്നറിന്റെ കൂടെയോ എന്തിന്റെ കൂടെ എന്ത് കറി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരിക്കലും ഇത് കുക്ക് ചെയ്യാൻ പാടില്ല. ഒരു 50 degrees to 70 degrees ശരിക്കും പറഞ്ഞാൽ മൈക്രോഗ്രീൻ്റെ കംപ്ലീറ്റ് ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. മൈക്രോഗ്രീൻ്റെ എന്നല്ല, എല്ലാ ലീഫി വെജിറ്റബിൾസിൻ്റെയും. അത്രയും ചൂടാക്കുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് നമുക്ക് സോർട്ട് ചെയ്ത് എടുത്തുകൂടാ? അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം, ഓക്കെ ഓംലെറ്റിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് റോളാക്കി ചെയ്ത് കഴിച്ചുകൂടാ? ബ്രെഡ് സാൻഡ്വിച്ച് കഴിക്കുന്ന അതിൻ്റെ കൂടെ ഇട്ട് കഴിച്ചുകൂടാ? എനിക്കൊന്ന് ഗാർണിഷ് പരിപാടികൾക്കാണ് മെയിൻ ആയിട്ടും എൻ്റെ അറിവിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ പുട്ടിനകത്തിട്ട് കഴിച്ചിട്ടുണ്ട്. പുട്ട് നമ്മളുടെ ദിലീപിന്റെ പുട്ടുണ്ടല്ലോ അവിടെ, ദേ പുട്ടിന്റെ ഷെഫിൽ ഞാൻ കണ്ടപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചതാണ്, ഇത് ഞാനിത് എന്ത് ചെയ്യാൻ, എവിടെ ഞാനിത് യൂസ് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞാണ്, പുട്ടിനകത്ത് നിങ്ങൾ തേങ്ങാപ്പരി ഇടുന്നതിന് പകരം മൈക്രോഗ്രീൻസ് ചോപ്പ് ചെയ്തിട്ട് ആവി കയറ്റിക്കോ, നല്ലതാണ്. പുള്ളി എൻ്റെ മുമ്പിൽ വെച്ചുണ്ടാക്കിയത്. ആ ആർട്ടിക്കിൾ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലുണ്ട്. അപ്പോൾ പുള്ളി അത് ഉണ്ടാക്കിയിട്ട് പുള്ളി എന്നിട്ട് കഴിച്ചിട്ട് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. പുള്ളി എന്നിട്ട് ഒരു മൈക്രോഗ്രീൻ എന്താ പറയുക പുട്ട് തന്നെ പുള്ളി ഉണ്ടാക്കി മെനുവിൽ. ഇപ്പൊ അങ്ങനെ ദേപുട്ടിലെ മൈക്രോഗ്രീൻ പുട്ട് എന്ന് പറഞ്ഞിട്ട് പുട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഒരു മൈക്രോഗ്രീൻ പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോഗ്രീൻ പുട്ട് തരും. അങ്ങനെ ആഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എന്തൊക്കെ വെറൈറ്റീസ് ഇപ്പൊ ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പരീക്ഷിച്ചത് ഏതൊക്കെ രീതിയിലുള്ള? ആളുകൾക്ക് വെള്ളം കുടിക്കാൻ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ജ്യൂസ്. അപ്പൊ ഞാൻ ജ്യൂസ് സെന്റേഴ്സിൽ ഞാനത് കൊടുക്കാറുണ്ട്. ജ്യൂസ് സെന്ററിൽ അത് ഇപ്പൊ നമ്മുടെ കെയിൻ ജ്യൂസ് ഉണ്ടല്ലോ, കെയിൻ ജ്യൂസും റാഡിഷും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ്. റാഡിഷ് എരിവാണ്, ഇതിന് നല്ല മധുരമാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ മസ്റ്റേർഡിൻ്റെ ഇടുകയാണെങ്കിൽ നല്ല മസ്റ്റേർഡ് ഡ്രിങ്ക്സ് കിട്ടും നമുക്ക്. അങ്ങനെ സൺഫ്ലവർ നല്ലൊരു നട്ടി ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാ ജ്യൂസിൻ്റെ കൂടെയും നമുക്കിത് മിക്സ് ചെയ്ത് ചേർക്കാൻ പറ്റും. പൈനാപ്പിൾ ജ്യൂസിൻ്റെ കൂടെ ഇട്ട് കുടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇടുക, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഇടുക, നമ്മളത് കുടിക്കുക. ഇത്ര ഗ്രാം ഓഫ് മൈക്രോഗ്രീൻ ഏതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു പുറത്തെ ആൾക്കാരൊക്കെ മൈക്രോഗ്രീൻസ് കുറച്ചും കൂടെ ഒക്കെ ഇൻടേക്ക് ഉണ്ട്. മലയാളികൾ അത്രത്തോളം മൈക്രോഗ്രീൻസുമായിട്ട് ഇപ്പോഴും ഓക്കെ ആയി വന്നിട്ടുണ്ടോ? മലയാളികളാണ് കൂടുതൽ കഴിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്, ഞാൻ ഒരുപാട് ഫാം സെറ്റപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പം അവർക്ക് ഇത് എവിടെ കൊടുക്കുക എന്ന് അവർക്കറിയില്ല, അവർ കേട്ടിട്ട് പോലും ഇല്ല. മലയാളികളുടെ അത്രയും പോലും ഒരു അവയർനെസ് അവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് ഒരു ഡീപ്പ് പെനിട്രേഷൻ വരണം എന്നുണ്ടെങ്കിൽ 4 സ്റ്റാർ 5 സ്റ്റാർ കാറ്റഗറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ഏറ്റവും ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ ഈ സാധനം കിട്ടണം. എന്നാൽ മാത്രമേ സാധാരണ ആൾക്കാർ കാണുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ്സിലുണ്ടാവണം. എൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു 10-30 സൂപ്പർ മാർക്കറ്റ്സിൽ ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ കൊച്ചിയിൽ മാത്രം അത്ര ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അതിനേക്കാൾ കൂടുതൽ റെസ്റ്റോറൻറ്റ്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ആളുകൾ കാണുന്നുണ്ട്. ഇത്രയും പോലും ഒരു എന്താ പറയുക ഒരു ഡീപ്പ് പെനിട്രേഷൻ ബാംഗ്ലൂർ പോലും വന്നിട്ടില്ല. ഇപ്പം മുമ്പേ നമ്മൾ സംസാരിച്ചപ്പോഴാണെങ്കിലും ഈ ഒരു മൈക്രോഗ്രീൻസ് എനിക്ക് തോന്നുന്നു 4 സ്റ്റാർ 5 സ്റ്റാർ ഉള്ള ഹോട്ടൽസിലോ അല്ലെങ്കിൽ ക്രീമി ലെയറിൽ മാത്രം നിന്നുകൊണ്ടിരുന്നതിന് ഇപ്പം നമ്മൾ എല്ലാവരിലേക്കുമാണ് സാർ ഇപ്പം സ്പ്രെഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്?
ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മൈക്രോഗ്രീൻ്റെ പേര് തന്നെയാണ്. ഈ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർനാഷണൽ ഫുഡാണെന്ന് തോന്നിക്കുന്നൊരു പേരാണ് ഈ മൈക്രോഗ്രീൻ്റെ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതൊക്കെ ഞങ്ങൾക്ക് കഴിക്കാവോ എന്നാണ് ആദ്യം ചോദിക്കുക. എന്നുവെച്ചാൽ അവരേതാണ്ട് ഒരു ഈ അധകൃത വർഗ്ഗം കണക്കാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിച്ചുകൂടാ? ഇതിനകത്ത് അങ്ങനെ ഒരു കാസ്റ്റോ ക്രീഡോ അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇതൊരു ഫുഡാണ്, ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം, ക്വാണ്ടിറ്റി വളരെ കുറച്ച് കഴിക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പ്രൗട്ടും മൈക്രോഗ്രീൻസും കൊണ്ട് കാണിച്ച് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കഴിപ്പിച്ച് ടേസ്റ്റി ആണോ? ഓക്കെ ടേസ്റ്റിയാണ്, കഴിക്കാൻ പറ്റുമോ? പറ്റും. അത്രയ്ക്ക് വരെ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ ആൾക്കാരിൽ. പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിലിപ്പം എന്താ കിച്ചണിനോട് ചേർന്നാണ് ഇപ്പം മൈക്രോഗ്രീൻ ഇതുപോലൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബേസിക്കായിട്ട് വേണ്ടത് ഇതിൻ്റെ ഒരു വില്ലിങ്നെസ്സാണ്. നമ്മളൊരു ഒരു ബിസിനസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. കൃഷി എപ്പോഴും ഒരു പാഷനാണ്. എല്ലാ ആൾക്കാരും കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷി ഒരു പാഷനാണ്. പൊതുവെ എല്ലാവരും പറയുന്നത് കൃഷിക്കാർക്ക് മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല എന്നാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനേ അറിയാവുള്ളൂ. അതുകൊണ്ടാണ് അവരെ മറ്റേ ആൾക്കാർ വഞ്ചിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടീസ് അതിന് പൈസ എടുത്ത് അല്ലെങ്കിൽ അവർ വാങ്ങിച്ച് കൂടുതൽ വിലയ്ക്ക് അവർ വിൽക്കുക. വീടുകളിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു പാഷൻ നമുക്ക് വേണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 100 സ്ക്വയർ ഫീറ്റ് സ്പേസിലാണ് ഞാൻ പ്രിഫർ ചെയ്യാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജെർമിനേഷൻ ട്രാക്ക് വെക്കണം, അതിനകത്തൊരു ഒരു ഗ്രോ റാക്ക് വെക്കണം, ഫിറ്റഡ് വിത്ത് ലൈറ്റ്സ്, അങ്ങനെ നമ്മൾ ചെയ്യണം. ഇത് ചെയ്തിട്ട് നമുക്ക് അത് മാത്രം മതി. ബാക്കിയെല്ലാം നമ്മൾ വന്ന് നമുക്ക് അതിൻ്റെ ട്രെയിനിങ് തന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ഇത് എവിടെയാണ് സെയിൽ ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് സെയിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ കോസ്റ്റിംഗ് വർക്കൗട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുക, അങ്ങനെയുള്ളൊരു സെറ്റപ്പ് നമ്മൾ ചെയ്തു തരും. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷിക്കൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് വെള്ളം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ലൈറ്റിൻ്റെ ആണെങ്കിലും ഇപ്പം സോയിൽ, അതുപോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു കൃഷി എന്ന് പറയുമ്പോൾ. നേച്ചറുമായിട്ട് അത്രയും ക്ലോസ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിനൊരു റൂം സെറ്റപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും ഏതൊക്കെ രീതിയിലാണ് ആർട്ടിഫിഷ്യലായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? സാധാരണ ഒരു കൃഷി ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ ആ പാടം നെൽകൃഷിക്ക് മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നിനും അത് പറ്റില്ല. അതിന് അടുത്തുള്ള ഇതിന് പോലും ഗോതമ്പ് പോലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരേ സ്ഥലത്ത് തന്നെ ഒരു 64 സ്ക്വയർ ഫീറ്റിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുവിധം 25 വെറൈറ്റിയോളം ഞാൻ ചെയ്യുന്നുണ്ട്, പല പല സാധനങ്ങൾ. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു കൗതുകമാണ്. അതേപോലെ തന്നെ അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആ ഒരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റിനകത്ത് നമുക്ക് സാധാരണ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പം വെയിൽ വേണം നമുക്ക്, എല്ലാവരും പറയുന്നതാണ് സൺലൈറ്റ് ഉണ്ടെങ്കിലേ പ്ലാന്റ് വളരും. സൺലൈറ്റ് ഇല്ലാണ്ട് ഞാൻ വളർത്തി കാണിച്ചു തരാം. ലൈറ്റ് മതി, അല്ലാണ്ട് സൺലൈറ്റ് അല്ല വേണ്ടത്. സൺലൈറ്റിനകത്തൊന്നും നമുക്ക് കിട്ടുന്ന വിബ്ജിയോർ മാത്രമാണ്. നമുക്കല്ലാണ്ട് റെഡ് ബ്ലൂ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ട് സ്പെക്ട്രം വെച്ചിട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എന്താ കിട്ടാത്ത എല്ലാം ഉണ്ട്. ലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ട്യൂബ് ലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ വൈറ്റ് ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദർ ഈസ് നത്തിങ് കോൾഡ് വൈറ്റ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ കളറില്ല. ശരിക്കും പറഞ്ഞാൽ ലൈറ്റസ്റ്റ് ഫോം ഓഫ് ബ്ലൂ ആണ് വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനകത്ത് നമുക്ക് വൈറ്റ് ലൈറ്റ് ഉണ്ടോ? സൂര്യനകത്തൊന്നും ഇല്ല, വിബ്ജിയോറല്ലേ ഉള്ളൂ. അപ്പോൾ ആ ലൈറ്റ് ബ്ലൂ കളറാണ് നമ്മളെടുത്ത് നമ്മൾ വെക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റിന് വളരാൻ ഏറ്റവും ബെസ്റ്റ്. വെള്ളത്തിന് നമ്മൾ എങ്ങനെയാണ് വെള്ളം നമുക്കൊരു ബോട്ടം വാട്ടറിംഗ് എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ മേളിലത്തെ ഒരു ട്രേ വെച്ചിട്ട് അതിനുള്ളിൽ സീഡ് ഇട്ടിട്ട് താഴെ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കും. അപ്പോൾ റൂട്ടിനറിയാം വെള്ളം എവിടെ ഇരിക്കുന്നതെന്ന്. റൂട്ട് നേരെ താഴോട്ട് വളർന്ന് വെള്ളം സക്ക് ചെയ്ത് അത് വളരും. അടിയിലത്തെ ട്രെയിൽ നിന്ന് വെള്ളം സക്ക് ചെയ്തിട്ട് മേളിലോട്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഹ്യൂമിഡിറ്റി, എനിക്ക് തോന്നുന്നു മൈക്രോഗ്രീൻസ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലായതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം. കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വേർക്കുന്ന പോലെ ഒരിക്കലും വെളിയിൽ പോയാൽ വേർക്കില്ല. അപ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യേണ്ട ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എനിക്ക് AC വിത്ത് ഡിഹ്യൂമിഡിഫയർ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് 99% ഹ്യൂമിഡിറ്റി ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ആരും നോക്കാത്തൊരു കാര്യമാണ് ഈ ഹ്യൂമിഡിറ്റി. നമ്മളെല്ലാം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്താൽ തന്നെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഡിഹ്യൂമിഡിഫയർ ആണ് ആവശ്യം നമുക്ക്, AC-യെക്കാളും. ചെടികൾക്ക് അതുപോലെ തന്നെയാണ്. ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്താൽ അത് കൺട്രോൾ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളർത്തുന്നത്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെല്ലാം ആണെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന ആ ഒരു റൂം കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ഞാനും എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും ചെറിയൊരു റൂം സ്പേസിൽ ആർട്ടിഫിഷ്യലായിട്ട് ഇത്രയധികം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മൈക്രോഗ്രീൻസിൻ്റെ 25+ വെറൈറ്റീസ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കൃഷി ചെയ്യാനൊക്കെ സ്ഥലമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കൊച്ചി പോലൊരു സ്ഥലത്തൊക്കെ അറിയാം കൃഷിയൊക്കെ എനിക്ക് സ്ഥലമില്ല, മുറ്റം പോലും ഇല്ലെന്ന് പറയുന്ന ആൾക്കാരിലേക്കാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഇത്രയും വിജയകരമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റൂം ഒന്ന് കണ്ടിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലുള്ള ഈ ഒരു ഒറ്റ മുറിയിലെ മൈക്രോഗ്രീൻ മാജിക് ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം കയറിയാലോ? വാവ്, എനിക്ക് തോന്നുന്നു
ഒരുപാട് വെറൈറ്റീസ് ഉള്ള മൈക്രോ ഗ്രീൻസ് നമുക്ക് ചുറ്റിനും കാണാം അല്ലേ? എല്ലാ പാടങ്ങളും ഇവിടെയുണ്ട്. അതെ, എല്ലാം ആ, ഉണ്ട്. അതെ. എത്ര വെറൈറ്റീസ് ഇപ്പം കറന്റ് നമ്മുടെ ഇവിടെ ഒരു 15 ഉണ്ടാവും. 15 വെറൈറ്റി വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട്. ഏതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബീട്രൂട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊരു ബീട്രൂട്ടിൻ്റെയാണ്. ഇനി ഒരു 3 ദിവസം കൂടി ഇത് വളരാനുണ്ട്. ഇതേപോലെ ഇത് റാഡിഷ് ആണ്. ഇത് 2 ദിവസം കൂടെ വളരാനുണ്ട്. ഇത് റാഡിഷ് ഇതിന്റെ അടുത്ത സ്റ്റേജ് ആയിട്ടുണ്ട്. ഇതിപ്പോ നാളെ അടുത്ത സ്റ്റേജ് ഇതായിട്ടുണ്ട്. ഹാർവെസ്റ്റിലേക്ക് എത്തി നിൽക്കും. നാളത്തേക്ക് ഇത് ഹാർവെസ്റ്റ് ആവും. ഇതാണ് മൈക്രോ ഗ്രീന്റെ ഏറ്റവും ഹാർവെസ്റ്റ് വരെ ഉള്ളൊരു. അതെ, പല സ്റ്റേജ് ആണ് ശരിക്കും. ഇപ്പൊ ഈ ബീട്രൂട്ടിന്റെ ആണെങ്കിൽ ഇതാണ്, ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ഇതാണ്, ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജും ഇതാണ് ബാക്കിൽ നിൽക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ്. അങ്ങനെ ഓരോ സ്റ്റേജിലുണ്ട്. ഇത് അമരന്തസിന്റെ ആണ്, നമ്മുടെ ചീര എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ. അപ്പം ശരിക്കും ഇപ്പൊ വൈറ്റ് ലൈറ്റ് കണ്ടു. ഈ ലൈറ്റ് തന്നെയാണോ എല്ലാ മൈക്രോഗ്രീൻസ് അല്ലെങ്കിൽ എല്ലാ മൈക്രോഗ്രീൻസിനും വൈറ്റ് ലൈറ്റ് മതിയാവും. പക്ഷെ നമുക്ക് ചെറിയ സ്പെഷ്യൽ വെറൈറ്റീസിനൊക്കെ ഇവിടെ ഒരു സ്പെക്ട്രം ലൈറ്റ്സ് കാണാം. അതെ, ഈ ഒരു സ്പെക്ട്രം ലൈറ്റ്സ് കാണാം. ഒരു കളർ സ്പെക്ട്രം ആണ്, റെഡ് ബ്ലൂ സ്പെക്ട്രം എന്ന് പറയും. അത് സ്പെഷ്യൽ മൈക്രോഗ്രീൻസിന് അത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതങ്ങനെ ഒരു എക്സ്പെരിമെന്റ് പർപ്പസിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളത് വെക്കുന്നത്. നമ്മൾ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സക്സസ് ആയതുകൊണ്ടാണ് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തത്. അതെ, അങ്ങനെ കൊണ്ട് നമ്മൾ ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ ബ്ലൂ ലൈറ്റ്സ് നോക്കി നമ്മൾ, അതുപോലെ റെഡ് ബ്ലൂ സ്പെക്ട്രം നോക്കി. ഇതിപ്പോൾ വൈറ്റ് സ്പെക്ട്രമാണ്, വൈറ്റ് സ്പെക്ട്രം ലൈറ്റ്സ് നോക്കി, ട്യൂബ് ലൈറ്റ്സ് നോക്കി. അപ്പോൾ ഒരുവിധം എല്ലാത്തിലും വർക്ക് ചെയ്യുന്നത്. അതെ, നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ മൈക്രോഗ്രീൻസ് പറയുന്നുണ്ട്. ആക്ച്വലി ടേം മൈക്രോ ഗ്രീൻ അത് എന്താണ് ആക്ച്വലി? ശരിക്കും ഒന്നൊരു ഡെഫിനിഷൻ ആയിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയുവാണെങ്കിൽ. മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചെറിയൊരു ചെടിക്കകത്ത് മാക്സിമം ന്യൂട്രിയൻ്റ് ഉള്ളു. മൈക്രോ ചിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് മൈക്രോ ഗ്രീൻ എന്ന് പറയുന്നൊരു വേർഡ്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് ഒരു വെജിറ്റബിളിൻ്റെ സീഡ്, അല്ലെങ്കിൽ ഹെർബിൻ്റെ സീഡ്, ഫ്ലവറിൻ്റെ സീഡ്, ഗ്രെയിൻസിൻ്റെ സീഡ്, ഇത്രയും ഒറിജിനൽ മൈക്രോ ഗ്രീൻ സീഡ് ഇട്ട് മുളപ്പിച്ച് 2 തൊട്ട് 4 ഇഞ്ച് വരെ പൊക്കം വന്ന് പക്ഷേ 7 to 14 ഡേയ്സ് കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് മൈക്രോ ഗ്രീൻ. ഇതാണ് ഇത്രയുണ്ട് ഇതിന്റെ ഡെഫിനിഷൻ. അതെ, കുറച്ചൊരു കൺഫ്യൂസിങ് ഒരു ഇതാണ്. പക്ഷെ ആ ഒരു പേര് കൊണ്ട് തന്നെ ആളുകൾ എപ്പോഴും തെറ്റിദ്ധരിക്കും, ഓക്കെ ഇത് ഞങ്ങൾക്കുള്ളതല്ല, ഇത് ഇന്റർനാഷണൽ ആണ്. പക്ഷെ അതങ്ങനെയല്ല, പേര് മാത്രമേ അങ്ങനെയുള്ളൂ. നമ്മുടെ സാധനം കുഞ്ഞൻ സാധനം എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഗുണങ്ങളാണ് ഒരാളുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ പോകുന്നത് അല്ലേ? അതെ, അതുകൊണ്ടാണ് അതിനെ മൈക്രോ ഗ്രീൻ എന്ന് തന്നെ പറയുന്നത്. അതിന്റെ ഒരു അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഇതിപ്പോ നോക്കിക്കഴിയുമ്പോൾ ഇതിന്റെ ഇല പൂർണ്ണമായിട്ടും വിരിഞ്ഞിട്ടില്ല. ഇത് കാണാൻ പറ്റും, പൂർണ്ണമായിട്ട് ഇത് ഫുള്ളായിട്ട് വിരിഞ്ഞ്, ഇതിനെയാണ് നമ്മൾ കോട്ട്ലിഡോൺ ലീവ്സ് എന്ന് പറയും. ഈ കോട്ട്ലിഡോൺ ലീവ്സ് വിരിഞ്ഞതിന് ശേഷം ഇതിനുള്ളിൽ നിന്ന് അടുത്ത സെറ്റ് ഓഫ് ലീവ്സ് നമുക്ക് വെളിയിൽ വരും. അതിനെ ട്രൂ ലീഫ് എന്ന് പറയും. ആ ട്രൂ ലീഫ് ജസ്റ്റ് ഒന്ന് വെളിയിൽ ഇങ്ങനെ തലയെത്തി നോക്കും. ആ പരുവത്തിൽ നമ്മൾ കട്ട് ചെയ്യണം. അതാണ് ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ ഇവിടെ നമ്മൾ കുറെ വെറൈറ്റീസ് കണ്ടു. ഇതിനകത്ത് തന്നെ അതായത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് എന്നാൽ എല്ലാ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എല്ലാം കൂടെ ഉള്ള ഒരു ഇത് ചോദിക്കും, മൈക്രോഗ്രീൻ ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? എല്ലാത്തിനകത്ത് ന്യൂട്രിയൻ്റ് ഉണ്ട്, ന്യൂട്രിയൻ്റ് ഇല്ലാത്ത ഒരു ഇതുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ന്യൂട്രിയൻസ് എന്ന് എല്ലാവരും പറയുന്നത് റെഡ് ക്യാബേജും ബ്രൊക്കോളിയാണ്. നമ്മുടെ വെജിറ്റബിൾ ആണെങ്കിൽ പോലും ഈ 2 ആണ് ഏറ്റവും ബെസ്റ്റ്. റെഡ് ക്യാബേജ് വേണം, നമ്മൾ കഴിക്കുന്ന പച്ച ക്യാബേജ് അല്ല, റെഡ് ക്യാബേജ് തന്നെ വേണം. അതുപോലെ തന്നെ ബ്രൊക്കോളിയും കഴിക്കാം. അതെ, അതിൻ്റെ തന്നെ മൈക്രോഗ്രീൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ ഉണ്ടായിരുന്നു, എനിക്കൊന്നത് ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ. അത് സ്പെഷ്യൽ കാറ്റഗറിയാണ്. വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അത് മാത്രം ചോദിക്കും. നമ്മൾ വെച്ചാൽ അതിന്റെ സീഡിന് ഭയങ്കര കോസ്റ്റ് ആണ്, വളർത്തിയെടുക്കാൻ ഹൈ റിസ്ക് ആണ്. എത്രയാണ് അതിന്റെ സീഡിന്റെ കോസ്റ്റ്? സീഡിന്റെ കോസ്റ്റ് 4000-4500 രൂപ വരുന്നുണ്ട് അതിന്റെ സീഡിന്റെ കോസ്റ്റ്. മൈക്രോഗ്രീൻ സീഡിന്റെ കോസ്റ്റ് ശരിക്കും ഒരു നോർമലി ഒരു 600 രൂപ തൊട്ട് 40,000 റുപ്പീസ് വരെയുള്ള സീഡ്സ് ഉണ്ട്. 40,000 റുപ്പീസ് വരെയുള്ള സീഡ്സ് ഉണ്ട്. അപ്പം അത്രയും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സീഡ്സ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുമാണ്. ഇത് ആളുകളെ കൺവിൻസ് ചെയ്യണം. 40,000 രൂപയുടെ സീഡ് വാങ്ങിച്ചിട്ട് നമ്മൾ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യും? അത് ഇപ്പം പറഞ്ഞ പോലെ ആണെങ്കിൽ ഇപ്പം ന്യൂട്രിയൻസിന്റെ കാര്യം ഇപ്പം സ്പെഷ്യലായിട്ട് ചോദിച്ചപ്പം ചില വിറ്റമിൻസിന്റെ കുറവ് കൊണ്ടൊക്കെ ഹെയർ ലോസ് അല്ലെങ്കിൽ കാലുവേദന അങ്ങനെ ഒരുപാട് വൈറ്റമിൻ്റെ കുറവുകൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്, ഡെഫിഷ്യൻസീസ്. അപ്പം അതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മൈക്രോഗ്രീൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും, അതിനാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളൊരു ഡിസീസിനെ പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ പറയില്ല. പക്ഷേ ഡിസീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ വേറെ ലൈസൻസ് എടുക്കേണ്ടി വരും. പക്ഷെ നമ്മളുടെ ഉള്ള FSSAI ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ഒന്നുകിൽ പ്രിവെന്റ് ചെയ്യാൻ, ഇല്ല ക്യൂർ ചെയ്യാം. ക്യാൻസർ വരെ നമുക്ക് 4 ടൈപ്പ് ക്യാൻസർ വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മൈക്രോഗ്രീൻ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആന്റി ഏജിങ്ങിനൊക്കെ തീർച്ചയായിട്ടും ആന്റി ഏജിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ആന്റി ഏജിങ്ങിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ ആന്റി ഓക്സിഡൻസ് ഒരുപാടുണ്ട്.
അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ്. ഇപ്പം എന്താ പറയുക, ഇപ്പം മുട്ടുവേദന മിക്കവർക്കും ഉള്ളതാണ്. മുട്ടുവേദന, കാൽസ്യം ഡെഫിഷ്യൻസീസ് ഉണ്ടാവുക, അതിന് ഏറ്റവും ബെസ്റ്റാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ട്. ആന്റി ഏജിങ് പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, ഇതൊക്കെ സെലിബ്രിറ്റീസ് മൈക്രോഗ്രീൻസ് വാങ്ങിക്കാറുണ്ടോ ഇവിടെ? വാങ്ങിക്കാറുണ്ട്. ആരൊക്കെയാണ് വാങ്ങിക്കുന്നത്? നിവിൻ പോളിയൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട്. നിവിൻ പോളിയുടെ ഷെഫുണ്ട്, പുള്ളി വരും, പുള്ളി വന്നിട്ട് വാങ്ങിക്കാറുണ്ട്. അതേപോലെ തന്നെ മമ്മൂട്ടി വാങ്ങിക്കാറുണ്ട്. മമ്മൂട്ടി പണ്ടുതൊട്ടേ വാങ്ങിക്കുന്നതാണ്. മമ്മൂക്കയുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യമൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് പുള്ളിയുടെ എക്സസൈസിന്റെ ഒക്കെ ഗുണം കൊണ്ട് മൈക്രോഗ്രീൻസ് യൂസ് ചെയ്യാറുണ്ട്. ഏതാണ് മമ്മൂക്ക ഇവിടുന്ന് വാങ്ങിക്കാറുള്ളത്? പോക്ചോ എന്ന് പറഞ്ഞിട്ട് മൈക്രോഗ്രീൻ ഉണ്ട്. ഇതാണ് മമ്മൂക്ക സ്ഥിരമായിട്ട് ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് എന്തൊക്കെ ഗുണങ്ങളാണ്? അല്ലെങ്കിൽ ഇത് പോക്ചോയിൽ ഒരു വൈറ്റമിൻ എ ഉണ്ട്, കെ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പോക്ചോയ്ക്കകത്ത്. ഇതൊക്കെ എങ്ങനെ നമ്മൾ യൂസ് ഒരു ദിവസം നമുക്കൊരു 15 to 20 grams മാത്രം നമ്മൾ കഴിച്ചാൽ മതിയോ? മുമ്പേ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്യുക, ഇങ്ങനെ കഴിക്കുക, അതാണ് ഏറ്റവും സിമ്പിളും ബെസ്റ്റും. പക്ഷെ അതിന്റെ ചുവ നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് പിടിക്കാത്തതുകൊണ്ടുള്ള പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ വേറെ ഏതെങ്കിലും ഫുഡുമായിട്ട് അത് മിക്സ് ചെയ്യേണ്ടി വരിക. ഇല്ലെങ്കിൽ നേരിട്ട് കഴിച്ചാൽ മതി. അപ്പൊ ചെറിയ രീതിയിൽ മമ്മൂക്കയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാൻ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇതാണ്. ചൈനീസ് ക്യാബേജ് വെറൈറ്റിയുടെ. ഇപ്പൊ ഇത് എവിടുന്നാണ് ഇതിന്റെ സീഡ് കാര്യങ്ങളൊക്കെ? 80% സീഡ്സും ഇമ്പോർട്ടഡ് ആണ്. ഇന്ത്യയിൽ നമുക്കൊരു 20% സീഡ്സേ ഉള്ളൂ. ലൈക്ക് ഇപ്പോൾ റാഡിഷിന്റെ റെഡ് ഒക്കെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. മസ്റ്റേർഡ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പക്ഷെ മസ്റ്റേർഡ് തന്നെ യെല്ലോ മസ്റ്റേർഡ് ഉണ്ട് നമുക്ക്. അത് ശരിക്കും വെളിയിൽ നിന്ന് വരുന്ന. ബാക്കി സീഡ്സ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെ. അപ്പൊ ഇത് ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഇതിനെ എങ്ങനെയൊക്കെയാണ് കെയർ കൊടുക്കേണ്ടത്? ഇപ്പൊ നമുക്ക് സൈഡായിട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഇതിനെ എങ്ങനെയൊക്കെ കെയർ ചെയ്യേണ്ടത്? നമ്മൾ നല്ലൊരു വാസ്റ്റ് ഒരു ബിസിനസ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ 24 hours ജോബ് തന്നെയാണ്. കംപ്ലീറ്റ് അറ്റൻഷൻ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം ഇതിന്റെ എക്സ്ട്രീംസാണ്. വെള്ളം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതെല്ലാം മോഡറേറ്റ് ആയിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പം ഇതിനകത്ത് AC എന്ന് പറയുന്ന സാധനം, ഞാനിപ്പോൾ AC അല്ല ഡീഹ്യൂമിഡിഫയർ ആണ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇത് AC വിത്ത് ഡീഹ്യൂമിഡിഫയർ ആണ്. അപ്പോൾ ഡീഹ്യൂമിഡിഫയർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഹ്യൂമിഡിറ്റി ഇതിനുള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ പ്രോബ്ലംസ് തുടങ്ങും. അതെ, വാട്ടർ കണ്ടന്റ് എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് എപ്പോഴും നിൽക്കണം. ബേബീസിനെ കെയർ ചെയ്യുന്ന പോലെ തന്നെ ബേബീസിന് പിന്നെ എളുപ്പമെന്ന് ഞാൻ പറയുള്ളൂ. അതിനേക്കാൾ കൂടുതൽ കെയർ ചെയ്ത് വളർത്തിയെടുക്കുക. ഇതിലെ വെള്ളം എങ്ങനെയാണ് നമ്മൾ ബോട്ടമാണ് നമ്മൾ വെള്ളം ഒഴിക്കുക. അതിന്റെ റൂട്ട്സ് കാണാം. അപ്പൊ ഈ റൂട്ടിൽ ഇത് വെള്ളം വന്ന് വലിച്ചെടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് ഒരേ സമയം തന്നെ മേ ബി അറൗണ്ട് 10,000-15,000 പ്ലാന്റ്സ് ആണ് ഒരേ സമയം വളരുന്നത് ഒരു ട്രെയില്. അപ്പം ഇത്രയും പ്ലാന്റ്സിന് വെള്ളം വലിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രെയിലുള്ള ഹോൾസ് 200 എണ്ണേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സിന്റെ ഒരു ഐക്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ എല്ലാം റൂട്ട് താഴോട്ട് വന്ന് സ്പ്രെഡ് ചെയ്ത് റൂട്ടിന്റെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സെലക്റ്റഡ് പ്ലാന്റ്സിന്റെ മാത്രം റൂട്ട് വെളിയിൽ വരും. അതുമാണ് അബ്സോർബ് ചെയ്ത് ബാക്കി എല്ലാ പ്ലാന്റ്സിനും കൊടുക്കും. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ അപ്പൊ നമ്മള് സീഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ കുറെയൊക്കെ നശിച്ചു പോവാറുണ്ടോ? നശിച്ചു പോകാറുണ്ട്, തീർച്ചയായിട്ടും നശിച്ചു പോകാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സീഡിന്റെ ജെർമിനേഷൻ തന്നെ നമുക്കൊരു 85 to 90% വരെ ഉള്ളൂ. ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് സീഡാണ് യൂസ് ചെയ്യുന്നത്. മൈക്രോഗ്രീൻ സീഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടാണ് ആളുകൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയത്. അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതൊരു നോൺ GMO സീഡാണ്. അതേപോലെ തന്നെ ഓപ്പൺ പോളിനേഷൻ എന്ന് പറയും. ഓപ്പൺ പോളിനേഷന് കൂടെ ഉണ്ടായ സീഡാണ്. നോൺ ട്രീറ്റഡ് ആണ്, നോൺ ഹൈബ്രിഡ് ആണ്. ഇത്രയും ക്വാളിറ്റിയുള്ള സീഡാണ് ശരിക്കും മൈക്രോഗ്രീൻ. അതായത് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് സീഡ് അതാണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഈ പറഞ്ഞ പെട്ടെന്ന് ചീത്തയാവാനും ഒക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. ഫംഗസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഈ ഒരു ട്രെയിൽ നിന്ന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുന്നത്? റാഡിഷ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം 450-500 grams വരെ നമുക്ക് കിട്ടും ഒറ്റ ഹാർവസ്റ്റ് കിട്ടും. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് എത്രയൊക്കെ കിട്ടുമോ മൈക്രോഗ്രീൻ ഉണ്ടാക്കുന്ന ആൾക്കാർ പോലും. അപ്പോൾ ഞാൻ പറയും, ഞാൻ ഒരു ട്രെയിൽ നിന്ന് ഞാൻ മാക്സിമം ഉണ്ടാക്കാനേ ഞാൻ നോക്കുള്ളൂ. നമ്മൾ അത്രയും കെയർ കൊടുത്ത് നമ്മളത് വളർത്തിയെടുക്കുക ചെയ്യും. അത്രയും തിക്കായിട്ട് തന്നെ നമ്മൾ വളർത്തിയെടുക്കും. ഇതിപ്പോൾ അതെ, അത്രയും തിക്കായിട്ട് തന്നെ നമ്മൾ വളർത്തിയെടുക്കും. അപ്പോൾ എത്രയൊക്കെ ഓർഡർ ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചോദിച്ചു വരുന്നത്? എത്ര ക്വാണ്ടിറ്റി ഒക്കെയാണ്? ഇപ്പം ഇന്ന് എനിക്ക് ഓർഡർ ഉള്ളത് എനിക്ക് ഒന്ന് 2 കിലോ ഒരാൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. 2 കിലോ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ രാവിലത്തെ ഹാർവസ്റ്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിപ്പോൾ നാളത്തേക്കാണ് നമ്മൾ അടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 2 കിലോ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് 1.5 കിലോ കൊടുത്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരു സീസണും കൂടെ വരികയാണ്. ഇപ്പം കഴിഞ്ഞ ക്രിസ്മസിലൊക്കെ സമയത്ത് ഞങ്ങൾ 20-25 kgs വരെ ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ നിലത്തൊക്കെ വെക്കും, നിലത്ത് വെക്കുന്നതിൻ്റെ മുകളിലെല്ലാം വെക്കും. അങ്ങനെ വെച്ചിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇപ്പൊ മമ്മൂക്ക് ഇത് വാങ്ങിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ, മമ്മൂക്ക് ഈ ഇതിനെ പറ്റിയിട്ട് നമുക്ക് മാത്രമല്ല കേട്ടോ, നിവിൻ പോളി വാങ്ങിക്കാറുണ്ട്. അല്ല മമ്മൂക്ക് എന്തെങ്കിലും കമന്റോ കാര്യങ്ങളോ, കാരണം മമ്മൂക്ക് ഇതിലൊക്കെ ഭയങ്കര ഒന്നുമില്ല. പുള്ളി അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പുള്ളി ഒന്നും ഇതുവരെ വിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. നിവിൻ പോളിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പുള്ളി പഞ്ചാബിലൊക്കെ ഷൂട്ടിന് പോയപ്പോഴത്തേക്ക് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് പുള്ളിക്ക്. അതുപോലെ തന്നെ സംയുക്ത മേനോൻ സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇല്ല, പുള്ളി ഭയങ്കര പുള്ളിക്കൊരു തിരക്കിലായി. കുക്കു പരമേശ്വരൻ എപ്പോഴും വിളിക്കാറുണ്ട്, എപ്പോഴും കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസ് മാത്രമല്ല, ഇത് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മൾ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വിചാരിക്കും ഓക്കെ അവർക്ക് മാത്രമുള്ളതാണോ. അല്ല, എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ ആണ്. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ പല അസുഖങ്ങൾ, ക്യാൻസർ പോലും 4 തരത്തിലുള്ള ക്യാൻസറിനെ പോലും കണ്ടിന്യൂസ്ലി ഇല്ലാതാക്കാൻ നമുക്ക് ഈ ഒരു മൈക്രോ ഗ്രീൻസിന് അത്രയധികം എഫക്റ്റ് ഉണ്ട്. സോ ഇത് നമ്മുടെയും ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടും എന്താ പറയുക, ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ കൂടുതൽ കുക്കിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഞാൻ എൻ്റെ റേറ്റ്സിന്റെ കാര്യം കൂടെ പറയാം. റേറ്റ് പറഞ്ഞതുകൊണ്ട് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആളുകളിലോട്ട് എത്തിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ഇതിന്റെ മൈക്രോഗ്രീനിന്റെ റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരാൾക്ക് മൈക്രോഗ്രീൻ കഴിക്കണമെങ്കിൽ 20 രൂപയാവുള്ളൂ. വെറും 20 രൂപ. നമ്മുടെ കോർപ്പറേഷന്റെ പാർക്കിങ്ങിന് 40 രൂപ 30 രൂപയാണ് ചാർജ് ചെയ്യണത് ഒരു മണിക്കൂറത്തേക്ക്. അതേസമയം അതെ, അത്രയും പോലും ഇല്ല, വെറും 20 രൂപയ്ക്ക് ഒരാൾക്ക് മൈക്രോഗ്രീൻ കഴിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞുതരാം. ഞാൻ കൊടുക്കുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ പാക്ക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ദിവസം മൈക്രോഗ്രീൻ അല്ല ഒരു മാസത്തേക്കുള്ള മൈക്രോഗ്രീൻ 600 രൂപ മതി. 600 റുപ്പീസ് തന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഞാൻ ഓരോ ബോക്സ് വെച്ച് തരും. അപ്പോൾ മിക്സഡ് ആയിട്ട് തന്നെ വരും. മിക്സ് ആയിട്ട് തന്നെ നമ്മൾ മിക്സ് ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ എല്ലാ മണ്ടേയും ഇപ്പോൾ ഒരു ദിവസം നമ്മൾ റാഡിഷും ഇതും കൂടെ ഉള്ള മിക്സ് കൊടുത്തു, അടുത്ത ദിവസം കൂടെ നമ്മൾ വേറെ 2 മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ഒരു മാസം 4 ആഴ്ചയാണല്ലോ ഉള്ളത്. ഈ 4 ആഴ്ചത്തേക്ക് നമ്മൾ 4 ബോക്സ് മൈക്രോഗ്രീൻ കൊടുക്കും. 150 രൂപയാണ് ഒരു ബോക്സിന്. 150 × 4 600 രൂപ ഡിവൈഡഡ് ബൈ 30 days. മനസ്സിലായി? അപ്പോൾ ആ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ബോക്സ് കഴിച്ച് തീർത്താൽ മതി അവര്. അപ്പൊ കറക്റ്റ് ഒരു അളവും കിട്ടും. 20 രൂപ സ്പെൻഡ് ചെയ്തോളും. അതേസമയം കിലോയ്ക്ക് ഞാൻ 1500 രൂപ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വാങ്ങിക്കുമോ? ഈ 1500 രൂപ 4 മാസം കൊണ്ട് കഴിക്കാനുള്ളതാണെന്ന് അവന് മനസ്സിലാവണില്ല. പക്ഷെ അത്ര അഫോർഡബിൾ ആയിട്ട് ഇത്ര കെയർ ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു കെയറിംഗ് ഒക്കെ വെച്ച് നമ്മൾ നോക്കുന്ന എമൗണ്ട് ഒന്നും വാങ്ങിക്കുന്നില്ല. കാരണം കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുത്തിട്ടാണ് ഇതിന് ഇത്ര കെയർ കൊടുത്ത്. എത്ര സ്റ്റാഫുകൾ ഉണ്ട് ഇവിടെ? 4 പേരുണ്ട്. 2 പേര് പ്രൊഡക്ഷൻ ഉണ്ട്, 2 പേര് ഡെലിവറി ഉണ്ട്. ആ 4 പേരുടെ കണ്ടിന്യൂസ് എഫേർട്ട് തന്നെയാണ് ഈ മൈക്രോഗ്രീൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ എല്ലാവർക്കും ഇത് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുവരെ ഈ മൈക്രോഗ്രീൻ ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണെങ്കിലും എനിക്കൊന്ന് ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം. തീർച്ചയായിട്ടും അത് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ എല്ലാത്തിനും അഭിപ്രായം പറയാൻ. അതെ, ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് തരാം. ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണം ആദ്യം. അതായത് ഇതിൻ്റെ വെജിറ്റബിളോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പറയുക. നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്ത് നമ്മൾ എടുത്ത് തരിക. ഇതെന്ന് പറയുന്നത് റോസെല്ല എന്ന് പറഞ്ഞിട്ടൊരു ഫുള്ള് കഴിച്ചോ. എന്താ ടേസ്റ്റ്? ഒരു പുളിയുടെ ടേസ്റ്റ് വരുന്നല്ലേ? പുളിയുടെ ടേസ്റ്റ് ഉണ്ടോ? ഇത് നമ്മൾക്ക് എന്താ പറയുക, ടാമറിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ്. ഇതിന് റോസെല്ല എന്ന് പറയും, റോസെല്ല റെഡ്. അതാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയാണ്. ഈ ഇലയാണ് ഇവർ ഈ ഷെഫൊക്കെ ഒരു പ്ലേറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്നതാണ്. കറക്റ്റായിട്ടുള്ള ഒരു നല്ലൊരു വലിയ ഇല അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് അത്. ഇതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു സാധനം എന്ന് പറയുന്നത് നമുക്ക് സൺഫ്ലവർ ആണ്. ഇതാണ് ശരിക്കും സൺഫ്ലവറിൻ്റെ. ഇത് സൺഫ്ലവറിൻ്റെ ആണിത്. ഒന്ന് കഴിച്ചോളൂ. നേരത്തെ കഴിച്ച ടേസ്റ്റ് ആണോ എന്നുള്ളത് പറയണം. ഇതിന് ശരിക്കും നമ്മൾ പറയുന്നത് നട്ടി ടേസ്റ്റ് എന്നാണ്. ഈ സൺഫ്ലവറിൻ്റെ നട്ടി ടേസ്റ്റ് ആണ് വരിക. അതായത് ഇപ്പോൾ ഏതാണോ നമ്മൾ എടുക്കുന്ന സീഡ്, ഇപ്പോൾ റാഡിഷ് ആണ് എടുക്കുന്നതെങ്കിൽ റാഡിഷ് റൂട്ടിൻ്റെ ടേസ്റ്റ് കിട്ടും. അങ്ങനെയാണ് കിട്ടുക. അങ്ങനെയാണ് നമ്മൾ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ മസ്റ്റേർഡ് ആണ്, മസ്റ്റേർഡിൻ്റെ ടേസ്റ്റ് കിട്ടും. ബ്രൊക്കോളി എടുക്കുകയാണെങ്കിൽ ബ്രൊക്കോളിയുടെ ആക്ച്വൽ ബ്രൊക്കോളിയുടെ ടേസ്റ്റ് കിട്ടും. ടേസ്റ്റും ഡിഫറൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കഴിക്കാൻ പറ്റുന്നേ ഉള്ളൂ. എനിക്ക് ഇങ്ങനത്തെ ടേസ്റ്റുകളൊക്കെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നും വരുന്നില്ല. നമുക്ക് കഴിച്ചോണ്ടിരിക്കാവുന്ന ടേസ്റ്റ് ഡിഫറൻസ് വരുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് ടെമ്പറേച്ചർ, കറക്റ്റ് ലൈറ്റിങ് ഇതെല്ലാം കൊടുത്തിട്ടാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ഈ വെയിലത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പലതും ഈ പറയുന്ന പോലെ ചീത്തയാവുന്നതും അതേപോലെ തന്നെ ടേസ്റ്റ് ഡിഫറൻസ് വരുന്നു, ബിറ്റർ ടേസ്റ്റ് വരും. അപ്പോൾ കൺട്രോൾഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള നമുക്ക് അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഇത് നമ്മളിങ്ങനെ നേരെ തന്നെ പറിച്ചങ്ങ്
കഴിച്ചാൽ കഴിച്ചിട്ട് അതെ കുഴപ്പമൊന്നുമില്ല. കഴിച്ചാൽ മതി. ഒട്ടും എനിക്ക് തോന്നുന്നു ഒട്ടും ടൈം പോലും ഇതിനു വേണ്ടി എടുക്കണല്ലോ. നമുക്ക് എടുക്കുക ഇപ്പൊ ബോക്സിലാക്കി കൊടുക്കുവാണെങ്കിൽ അത്ര കൂടിയല്ലേ, നോർമലായിട്ട് കുറച്ച് എടുത്തങ്ങ് കഴിക്കുക. ഞാനിവിടെ വരുമ്പോൾ രാവിലെ വരുമ്പോൾ ഇവര് കട്ട് ചെയ്ത് വെക്കും, അതിൽ നിന്ന് ഞാൻ എടുത്ത് കഴിച്ച്. അതാണ് എന്റെ ശരിക്കും പറഞ്ഞ മൈക്രോഗ്രീൻ തീറ്റ എന്ന് പറയുന്നത്. ഏതാണ് എല്ലാം ഞാൻ മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇത് സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് എത്തിക്കുന്നത്? നമ്മളൊരു ബോക്സിന്റെ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് നമ്മളിത് കൊടുക്കുക. ഈ ഒരു ബോക്സിനകത്ത് ഒരു 80 to 100 ഗ്രാംസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ബ്രാൻഡിന്റെ പേര് നമ്മൾ എഴുതും. ഇതേപോലെ തന്നെ ഇത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ന്യൂട്രിയന്റ് ഉള്ളത് എന്നൊക്കെയുള്ള നമ്മൾ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയണം ഓക്കെ ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, പക്ഷെ സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അത് ഇപ്പോൾ വൈറ്റമിൻ എ ഉണ്ട്, ഓക്കെ നിങ്ങളുടെ കണ്ണിന് നല്ലതാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ പോയി മാർക്കറ്റിൽ നിന്ന് കിലോ കണക്കിനൊക്കെ വാങ്ങിക്കുന്നു, പക്ഷെ അതിനകത്തൊക്കെ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ എന്താ കഴിച്ചാൽ കിട്ടുക ഒന്നും നമുക്കറിയില്ല. നമ്മൾ പോകുന്നു, ഏതൊക്കെയോ പച്ചക്കറികൾ വീട്ടിൽ നിന്ന് ഇപ്പൊ അച്ഛനും അമ്മയായിരിക്കും വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, നമ്മൾ കറിയാക്കി കഴിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വിറ്റമിൻസ് ഇതിലൂടെ കിട്ടുന്നുണ്ട്, അത് കഴിച്ചാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, അപ്പം നമുക്ക് തന്നെ കഴിക്കുന്ന ഒരു സാധനത്തെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു അതുപോലെ തന്നെ പാക്കിങ്ങിൽ റേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയിട്ട് അതിന്റെ എക്സ്പയറി ഡേറ്റ് എഴുതും. അതുപോലെ കീപ്പ് റെഫ്രിജറേറ്റഡ്, എപ്പോഴും ഫ്രിഡ്ജിനകത്ത് തന്നെ സൂക്ഷിക്കുക. എത്ര ദിവസം കൊണ്ടാണ് എക്സ്പയറി? 7 days ആണ്. 7 days നമുക്ക് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ പറ്റും. 7 days കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് തീർക്കാം. എത്രയാണ് ഇതിന്റെ ഐഡിയൽ ടെമ്പറേച്ചർ? നമ്മൾ എങ്ങനെയാണ് കേടാവാതെ? ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് ഫ്രീസറിലാണോ വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്. ഫ്രീസറിൽ വെച്ചാൽ അരമണിക്കൂർ കൊണ്ട് കേടാവും. പക്ഷേ ഇത് നമുക്കൊരു 8 to 10 ഡിഗ്രീസിനുള്ളിലാണ് വേണ്ടത്. അതായത് നമ്മുടെ ഫ്രിഡ്ജിന്റെ റെഫ്രിജറേറ്റർ ടെമ്പറേച്ചർ. ഇപ്പോൾ സാധാരണ ഫ്രിഡ്ജിൽ ഫ്രീസർ മേളിലും താഴെ ഇതുമായിരിക്കും. അപ്പോൾ ഏറ്റവും താഴെയാണ് നമ്മൾ വെക്കുന്നത്. ഏറ്റവും താഴെ വേണം വെക്കാൻ. നമ്മൾ സാധാരണ ഫ്രീസറിന്റെ തൊട്ട് താഴെ പോലും വെക്കരുത്. ഓക്കെ, ഏറ്റവും അടിയിൽ തന്നെ നമ്മളിത് കീപ്പ് ചെയ്യണം. അങ്ങനെ എത്ര കുറച്ച് എമൗണ്ട് നമ്മൾ ഇൻടേക്ക് എടുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മൈക്രോഗ്രീൻസ് ഹെൽപ്പ് ചെയ്യും. എനിക്ക് എന്താണെങ്കിലും ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും കൂടുതൽ അറിഞ്ഞത്, ഞാൻ ഇതിന് മുന്നേ മൈക്രോഗ്രീൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഇനി ലൈഫ് സ്റ്റൈലിൽ ഇത് ഇൻക്ലൂഡ് ചെയ്താൽ കൊള്ളാവുന്ന ഒരു ഐഡിയ ആണ് എനിക്ക് വന്നത്. സോ ഇതെന്താണെങ്കിലും ട്രൈ ചെയ്തിട്ട് ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ മൈക്രോഗ്രീൻസ് ഒരു പാർട്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്.